ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. രാവിലെ പതിയെ എണീറ്റു. അപ്പോൾ എൻ്റെ രാവിലെ എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ വീട്ടിൽ ഏറ്റവും ലേറ്റായിട്ട് എണീക്കുന്ന ആൾ ഞാനാന്ന് തോന്നുന്നു. കിടക്കുന്ന ആളും ഞാൻ തന്നെയാണ് കേട്ടോ. എങ്ങനെ വന്നാലും നമ്മൾ നേരത്തോടെ കിടക്കണമെന്ന് വിചാരിച്ചാലും 11-11:15 എന്ത് തന്നെയായാലും കൂടിയാലുള്ളൂ കേട്ടോ, അതിനേക്കാൾ കുറയില്ല എന്തായാലും. അപ്പം അങ്ങനെ പതിവുംപടി നമ്മുടെ ചാക്കോച്ചനാണ് ഇപ്പോൾ ഫസ്റ്റ് എണീക്കുന്ന ആൾ കേട്ടോ. ചാക്കോച്ചൻ ഇറങ്ങി വരുമ്പോഴേക്കും അപ്പാപ്പൻ എണീറ്റുണ്ടാവും. അങ്ങനെ വീണ്ടും സജീവമാവും. നമ്മുടെ തോമുമാണ് ലാസ്റ്റ് എണീക്കാറ്. പക്ഷേ ഇപ്പോൾ ഇന്നും മുപ്പര് രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എണീറ്റ വഴിക്ക് പതിവ് പോലെ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ തോമുട്ടൻ മറ്റേ സൈക്കിളുമേ ഒരു റൗണ്ടൊക്കെ അടിച്ച് കഴിഞ്ഞ് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ മൂപ്പർക്കൊക്കെ സൈക്കിൾ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇപ്പോൾ കാലൊക്കെ ഇങ്ങനെ വെച്ച് തന്നെ തള്ളി ഗേറ്റ് വരെയൊക്കെ ഒന്ന് പോവും. ചവിട്ടാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് എത്തിയിട്ടില്ല. അത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പിന്നെ അവനത് അവിടെ ഇട്ടിട്ട് അപ്പയുടെ ബൈക്കുമ്മ കയറിയിരുന്നു. കാരണം വല്ലപ്പോഴും അപ്പം ബൈക്കും കൊണ്ട് വരാറുള്ളൂ. അപ്പോൾ കിട്ടിയ സമയം അവൻ അതിൻ്റെ മുകളിൽ കയറി ഇരിപ്പായിട്ടോ. അങ്ങനെ ഞാൻ അവൻ്റെയൊക്കെ ഗുഡ് മോർണിംഗ് ഒക്കെ വിഷ് ചെയ്ത് ഞാൻ പതുക്കെ അടുക്കളയിലേക്ക് അടുക്കളയിൽ കിടന്ന് എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഒരു നന്മ നിറഞ്ഞ പറയുമ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് നിൽക്കുമ്പോഴേക്കും ഇവിടെ ചാക്കോച്ചൻ ഡിവൈൻ ഇറച്ചിക്കറി ഇന്നലെ ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ചപ്പാത്തി ഉണ്ടാക്കി തുടങ്ങിയ സമയത്താണ് നമ്മുടെ ചാക്കോച്ചൻ ഒന്ന് കരഞ്ഞത്. അപ്പോൾ അവിടെ ഡിവൈൻ അങ്ങോട്ട് പോയപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന 3-4 ഞാൻ ഉണ്ടാക്കി ഡാഡിക്ക് ഫുഡ് കൊടുത്തു. ഡോണും ഡിവൈനും കഴിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ഇന്ന് വിചാരിച്ചു നേരത്തോടെ എണീറ്റ നിലയ്ക്ക് ഡോണിൻ്റെ കൂടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അപ്പയുടെ കൂടെ തന്നെ വിടാനായിട്ട് ധൈര്യമില്ല. കാരണം ചിലപ്പോൾ അപ്പയുടെ കൂടെ ഹബ്ബിലേക്ക് ആവും പോവുക, അവൻ പ്ലേ സ്കൂളിലേക്ക് ആവില്ല പോവുക. അപ്പോൾ ഡിവൈനും കൂടി കയറിയിരുന്നു. എന്നിട്ട് അവർ 3 കൂടിയിട്ടാണ് ഇന്ന് പോയത് കേട്ടോ. അപ്പയുടെ കൂടെയാണ് ഇന്ന് തോമു ഡേ കെയറിലേക്ക് പോയത്. അപ്പോൾ അവനെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് അവിടേക്ക് പോകാനായിട്ട്. രാവിലെ എണീറ്റ വേഗം ഡ്രസ്സ് മാറി പോകാനായിട്ട് ചാടി പുറപ്പെടുകയാണ്. കാരണം എനിക്ക് തോന്നുന്നു അവർ നന്നായിട്ട് അവനെ കെയർ ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. അല്ലാണ്ട് ഇപ്പോൾ കുട്ടികൾ അങ്ങനെയാണ്, നമ്മൾ എവിടെയാണോ സ്നേഹിക്കുക അവിടേക്ക് ഓടിപ്പോകുന്ന പറയാം. അപ്പോൾ അങ്ങനെ നമ്മുടെ അവർ ഗേറ്റ് കടന്ന് ബുള്ളറ്റുമ്പോൾ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനും ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ ഡിവൈൻ അവിടെ നിന്ന് ബുള്ളറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഡിവൈനായാലും ഡിമ്പിളിനായാലും ബുള്ളറ്റുമ്പോൾ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ അകത്തേക്ക് കയറി. അപ്പോൾ ഡാഡി ഈ സമയത്താണ് ഡാഡി ഫസ്റ്റ് ട്രിപ്പ് ഒന്ന് പോയിട്ട് വരിക കേട്ടോ. അപ്പോൾ കുറേ പേര് ചോദിച്ചു ഡാഡി എപ്പോഴാണ് പോവുക, എങ്ങനെയാണ് പോവുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യം എനിക്ക് പോകുമ്പോഴും വരുമ്പോഴും എടുക്കാൻ പറ്റാറില്ല. പാച്ചുള്ളപ്പോൾ കാണാറുണ്ടല്ലോ നിങ്ങൾ. കാരണം പാച്ച് സ്കൂട്ടറുമ്പോൾ ഗേറ്റ് വരെ പോണ ഒരു പണിയുണ്ടല്ലോ അവനെ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. കുറച്ച് പാത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഡിവൈൻ വരുമ്പോഴേക്കും അതൊക്കെ വേഗം ക്ലീൻ ചെയ്ത് ചോറ് വെച്ചു വേഗം. കാരണം കറികളൊക്കെ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ വൈകുന്നേരത്തേക്ക് വെച്ച മീൻ കറിയും അതിൽ കുറച്ചുണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അയൺ ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഷർട്ടും ചുരിദാറുകളുടെ ടോപ്പുകളും നിങ്ങൾ ഇന്നലെ കണ്ടല്ലോ അതൊക്കെ. അപ്പോൾ ഡിവൈൻ പോയി വരുമ്പോൾ നമ്മുടെ ഹോട്ട് ഓവനിൽ നിന്ന് തെക്കേക്കരയുടെ ഹോട്ട് ഓവൻ ഉണ്ടല്ലോ മൂലയിൽ, അവിടെ നിന്ന് സ്നാക്സും കൊണ്ടുവന്നതാട്ടോ. എനിക്കും ഡാഡിക്കുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ഡിവൈനോട് പറഞ്ഞു ചാക്കോച്ചനെയും കൊണ്ട് പൊക്ക, ഉച്ചയ്ക്ക് കാര്യമായിട്ടൊന്നുമില്ലൊക്കെ എടുത്ത് ചൂടാക്കുക വേണ്ടു. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞു പണികൾ ബട്ടർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ പതിവുപടി പാട്ട് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഇറച്ചി ചൂടാക്കി കാലത്തത്തെ എണ്ണ കേട്ടോ. അപ്പോൾ അത് ചൂടാക്കി വെച്ചു. മീൻ കറി ഉണ്ടായിരുന്നു, കൂർക്ക ഞാൻ ഉപ്പേരി വെച്ചു, വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കാച്ചിയാൽ മതിയല്ലോ. അപ്പോൾ അത് വെച്ചു. പിന്നെ എൻ്റെ പായസം ഞാൻ ഒരു ഗ്ലാസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പപ്പടം കൂട്ടിയിട്ട് തിന്നാനായിട്ട് കേട്ടോ. പിന്നെ മീൻ വറുക്കാനുണ്ടായിരുന്നു, 2 പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുഞ്ഞു പണികളുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെനിക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ മുട്ട നമ്മൾ ഇതുപോലെ ഹോൾസെയിലായിട്ട് ഇങ്ങനെ 30 എണ്ണമായിട്ടാണ് ഒരു ട്രേ ആയിട്ടാണ് വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് വിലയിലും വ്യത്യാസം വരും. പെട്ടെന്ന് മുട്ട കഴിയൂല. ഇവിടെ വെച്ചാൽ ഞാൻ പറയാറില്ല ഈ 2 മുട്ട വേണം. അപ്പോൾ 4 മുട്ട എന്തായാലും ഒരു ദിവസം എടുക്കണം. അപ്പോൾ നമ്മൾ ഈ 10 വാങ്ങിക്കുമ്പോൾ നമുക്കത് നഷ്ടമാണ്. അപ്പോൾ നമ്മളെപ്പോഴും കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ വില കുറച്ച് കുറയും. അപ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക വേണ്ടത് കേട്ടോ. ഇതിപ്പോൾ ഈ പെപ്പിൻ്റെ ബോട്ടിൽ വാങ്ങിച്ചിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ തോമൂന് ഇടയ്ക്ക് ഓരോ ഗ്ലാസ് ജ്യൂസ് ഇത് കുടിച്ചാൽ ഇഷ്ടമാണ്.
അപ്പോൾ നമ്മൾ പുറമേ നിന്ന് വാങ്ങിച്ചിട്ട് ഫ്രഷ് ജ്യൂസ് അടിച്ച് കൊടുത്തയക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ല. വരുമ്പോഴായാലും പറയാനൊക്കെ എളുപ്പമാണ്, നിങ്ങൾ ഫ്രഷ് ജ്യൂസ് അടിച്ച് കൊടുത്താൽ പോരെ എന്നൊക്കെ. അത് പെട്ടെന്ന് പ്രാക്ടിക്കലാവണ കാര്യങ്ങളല്ല അത്. അപ്പോൾ ഇത് വലിയ ബോട്ടിൽ വാങ്ങിക്കണേന് പകരം കുഞ്ഞ് ബോട്ടിൽ, ഇത് ഞാൻ നമ്മുടെ ലത്തിമ്പള്ളിയുടെ ഓപ്പോസിറ്റ് ആലപ്പാട്ട് അവിടെ തന്നെ കേട്ടോ വാങ്ങിക്കുക. അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് ഒതുക്കാൻ നിന്ന് അപ്പോൾ വലിയ വലിയ സാധനങ്ങളുള്ളതൊക്കെ ചെറുതാക്കി വെച്ച് അപ്പോഴാണ് ഞാൻ ഓർത്തത് തൈര് ഉറൊഴിച്ചത് മിനിയാന്ന് മോരേറി വെച്ചപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നാൽ തൈര് ഉറൊഴിക്കാമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ ഞാൻ ചെയ്യണ പണി എങ്ങനെയാണെന്ന് വെച്ചാൽ പാല് ചെറു ചൂടോടുകൂടെ വറ്റിച്ചെടുക്കും. എന്നിട്ട് നമ്മുടെ സെറ്റ് കേടിൽ നിന്നൊരു മൂന്നിലൊന്ന് സെറ്റ് കേട് ഇടും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം ഈ ഇളം ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കും. ഇളക്കിയിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഒരു ദിവസം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പുറത്ത് ഇവിടെ വയ്ക്കും. അത് നാളെയും കഴിഞ്ഞിട്ടാണ് ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ സെറ്റ് കേട് തിരിച്ച് വെച്ചു. മറ്റേ ഈ കേട് അങ്ങോട്ട് റൂം എന്താ പറയുക, ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല, പുറത്ത് തന്നെ വെച്ചു. അപ്പോൾ 1-2 കുട്ടികൾ എന്നോട് പറഞ്ഞു ഉടയണ കുപ്പിയിൽ വെച്ചോളൂ, തൈര് പ്ലാസ്റ്റിക്കിൽ വെക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഉടയണ കുപ്പിയിൽ വെക്കുക എന്നുള്ളത് നടക്കണ കാര്യമില്ല. കുട്ടികളൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ അത് അങ്ങനെ വീണ് പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് മറ്റേ മിക്സിയുടെ വെക്കണ കബേർഡിലേക്ക് മാറ്റി വയ്ക്കുക ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഭക്ഷണം എല്ലാതും റെഡിയായി. ഞാൻ കൂർക്കുപ്പേരി ഞാൻ പറഞ്ഞല്ലോ മീനും ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു പൂതിക്ക് ഞാൻ 4 പപ്പടം വറുത്തിട്ട് പപ്പടം കൂട്ടിയിട്ട് മറ്റേ പായസം കുഴച്ച് അങ്ങോട്ട് കഴിച്ചു. എനിക്ക് എവിടെ നിന്നാണെന്ന് എനിക്ക് ഓർമ്മയില്ല, എവിടെയോ സദ്യക്ക് പോയപ്പോഴാണ് ഗോതമ്പ് പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ കുറച്ച്, നമ്മൾ സദ്യക്കൊക്കെ പോകുമ്പോൾ കുറച്ചല്ലേ കഴിക്കുള്ളൂ. അപ്പം അന്ന് കഴിച്ചപ്പോൾ തൊട്ട് എനിക്ക് മതിയാവോളമെന്നല്ല, എനിക്കിഷ്ടമാണ് പപ്പടത്തിൻ്റെ ആ ഫ്ലേവറും ഗോതമ്പ് പായസവും കൂടിയിട്ട് ഒന്ന് കുഴച്ച് തന്നെ. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു കുഞ്ഞൊരു പഴം കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഉഷാറാണ്. പപ്പടവും പഴവും പായസവും കൂടിയിട്ട് എനിക്ക് ചില സംഭവങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ തിന്നാൻ കേട്ടോ. അതിലൊന്നാണ് ഈ ഗോതമ്പ് പായസവും പപ്പടവും. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞു പണികളാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച നമ്മുടെ ഹോട്ട് ഓവനിൽ നിന്ന് വാങ്ങിച്ചതാണ് കുഞ്ഞു ജിലേബിയും മറ്റേ കറുത്ത ഹൽവയും. ചെറൂർക്ക് പോകുമ്പോൾ അവിടെ വാങ്ങിച്ചതിൻ്റെ ഒപ്പം വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ പീസുകളാക്കി വെച്ച്, കാരണം കുട്ടികൾക്ക് തിന്നാൻ എളുപ്പമാണെങ്കിൽ നമ്മൾ മുറിച്ച് വെക്കേണ്ട. അപ്പോൾ ഇപ്പോൾ തോമോൻ്റെ ബർത്ത്ഡേയുടെ കേക്ക് ഉണ്ടായിരുന്ന കാരണം അതായിരുന്നു 2 ദിവസം. ഇപ്പോഴും ഫ്രിഡ്ജിൽ ബാക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ പുതിനയുടെ ഇല ഞാൻ ഉണക്കിയത് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ 2 ദിവസം, രണ്ടാമത്തെ ദിവസമായപ്പോഴേക്ക് നമ്മൾ കൈ കൊണ്ട് പൊടിക്കാൻ പറ്റിയിട്ടോ. ഇത് നമ്മുടെ മറ്റേ എന്തൊട്ടാണ് കസൂരി മേത്തിയാണ് കേട്ടോ, ഉലുവയുടെ ഇല. അപ്പോൾ ഇതുപോലെ പൊടിച്ച് വെച്ചാൽ നിങ്ങൾക്കും ഇതൊന്നല്ല, വേപ്പില ആയാലും എന്ത് സാധനമായാലും ഉണക്കി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാം. ഞാൻ ഇഞ്ചി ഉണക്കി പൊടിച്ച് വെക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ചി കട്ടയിലേക്കൊക്കെ ഇടുമ്പോൾ കടിക്കും. അപ്പോൾ ഇതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ലോക്കറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഫുൾ ക്രിസ്റ്റലാണത്, കല്ലാണ് അതിന്. ഇത് മാലകൾ. പിന്നെ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുഞ്ഞു ഇതൊരു ഫാമിലിക്ക് വേണ്ടിയിട്ട് ഞാൻ അയക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കുള്ളതാണ് ഈ കമ്മലും ലോക്കറ്റും. ഇതവരുടെ അമ്മയ്ക്കുള്ളത്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഒരു ഫാമിലി പുറമേ നിന്ന് വരുന്ന ഒരു ഓർഡർ തന്നതാണ്. അപ്പോൾ അത് സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ നിങ്ങൾക്ക് അങ്ങനെ എടുക്കുമ്പോഴാണല്ലോ കാണിച്ചു തരാറ്. അപ്പോൾ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവർക്ക് അയച്ചു. അവരെനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് തന്നതിൻ്റെ ഞാൻ തോന്നുന്നുണ്ട് എൻ്റെ പേര് മുകളിൽ കിടക്കുന്നുണ്ട് കേട്ടോ, നിങ്ങളൊന്നും തോന്നരുതേ. അപ്പോൾ അങ്ങനെ ഞാനത് ഇട്ടപ്പോൾ ഞാൻ അറിയാണ്ട് അങ്ങനെ വന്നു പോയതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കൊന്തകൾ അവർക്ക് എനിക്ക് തോന്നുന്നു എന്തോ ഒരു പരിപാടി ഫസ്റ്റ് കൂടി കമ്മ്യൂണിയനാണെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യം, എൻ്റെ ഒരു കുട്ടി, പേരൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, ആ മോള് എൻ്റെ നിന്ന് കൊന്ത വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു ആ കൊന്ത മറ്റേ വേളാങ്കണ്ണിയിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനാണ്, അവിടെ നിന്ന് വെഞ്ചരിച്ച് കൊണ്ടുവരാനാണെന്ന്. എനിക്കതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മളൊന്ന് കുറേ മുമ്പ് ഞാനെപ്പോഴും വേളാങ്കണ്ണിയിൽ എല്ലാ വർഷവും ഞങ്ങൾ പോകണവർ, പക്ഷെ അന്നൊന്നും നമ്മളുടെ ഒരു കൊന്ത ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അവിടെ മുട്ടിച്ച് കൊണ്ടുവരാമെന്നൊക്കെ പറയുമ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ അങ്ങനെ ഉച്ചതിരിഞ്ഞ് ഞങ്ങളിത് ചായയുടെ കാര്യത്തിന് നിന്ന് ഞാൻ ചായയും നമ്മളുടെ വെജിറ്റബിൾ റോള് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടി എടുത്ത് കഴിച്ചു. അപ്പോൾ ഡിവൈൻ ഓൾറെഡി മീൻ രാത്രിയിലേക്കുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ചായ വെച്ചു, ഞങ്ങൾ 2 ആളും കൂടിയിട്ട് അതിരുന്ന് കഴിച്ച് ഞാൻ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് പോയിട്ടിരുന്നു. ഞാനും ഡാഡിയും കൂടി അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ഡോൺ ഇന്ന് ഇത്തിരി നേരത്തെ വന്നു. അപ്പോൾ ഡിവൈൻ ഇന്ന് കിണ്ണത്തപ്പം ഉണ്ടാക്കി. അപ്പോൾ 2 കിണ്ണത്തപ്പം ഞങ്ങൾക്ക്
നാലാൾക്കല്ലേ വേണ്ടു, അപ്പോൾ 2 എണ്ണം മതിയല്ലോ. അപ്പോൾ 2 കിണ്ണത്തപ്പം ഉണ്ടാക്കി. ശരിക്കും എനിക്കും ഡാഡിക്കും വേണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും ഒരേ ചെറിയ പീസ് എടുത്തു. ഭക്ഷണം ഇന്ന് നേരത്തെ കഴിക്കാമെന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് വെച്ച മീനും ബീഫും ഒക്കെ ഡിവൈൻ്റെ വക ഒരു ചമ്മന്തി പിടിച്ചു. സംഭവം കൂർക്കുപ്പേരി വെച്ചിട്ടുണ്ടെങ്കിലും ഞാനത് എടുക്കാൻ മറന്നുപോയി. ഞാൻ ഉച്ചയ്ക്ക് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടാക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മുടെ പിള്ളേർക്കുള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ അവർക്ക് ഭക്ഷണം വാരി കൊടുക്കലൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ കുറച്ച് സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതൊന്നും ഇപ്പോൾ നമ്മളെന്നും കാണിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാത്തത്. അങ്ങനെ ചിന്തും കീയും കിടന്നു. ചോട്ടു വരാൻ വിചാരിച്ചിട്ടില്ല. അവനിങ്ങനെ ഇരിക്കുക, കൂട്ടി കയറിയിട്ട് ലോക്ക് ചെയ്യുന്നത് അവന് ഇഷ്ടമില്ല. അത് പ്രത്യേകിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ചൂടുകാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് കൂട്ടിൽ കിടക്കാൻ ഇഷ്ടമല്ല, ഷീറ്റല്ലേ. അപ്പോൾ ഷീറ്റ് ചൂടാകുമ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ ഇവർ കിടക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെടികളൊക്കെ നനയ്ക്കും. അപ്പോൾ സ്ലാബിൻ്റെ അടിയിൽ കിടക്കുമ്പോൾ നല്ല തണവാണല്ലോ. അങ്ങനെ പക്ഷേ രാത്രി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരെ പൂട്ടിയില്ലെങ്കിൽ ഒരുറക്കം കഴിയുമ്പോൾ കേൾക്കാം ഇവരുടെ കുര. അതായത് പൂച്ചകൾ അപ്പുറത്തെ പറമ്പിൽ കിടന്ന് ഓടി നടക്കുമ്പോൾ ഇവർ കുരയ്ക്കും. അപ്പോൾ അങ്ങനെ കുരയ്ക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുള്ളവർക്ക് അതൊരു ശല്യമാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവരെ കൂട്ടിലാക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ 3 ഇറച്ചിയും ഒക്കെ കൊടുത്ത് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് കയറി. അങ്ങനെ ഇവിടെ അവരുടെ പട്ടിയുടെ ഇറച്ചിയാണ് കേട്ടോ. ഞാൻ ഇറച്ചിയുടെ പാത്രമൊക്കെ കഴുകി കമത്തി വെച്ച്. ഇത് നമ്മുടെ ഈ ഫോട്ടോ കാണുമ്പോഴാണ് ഡോണും ഡിമ്പിളും ഇത്രയും ഗ്യാപ്പ് ഉണ്ടെന്നുള്ളത് മനസ്സിലാവുക. അല്ലെങ്കിൽ ഇവരെ കണ്ടാൽ തോന്നുകയില്ല കേട്ടോ ഇത്രയും വ്യത്യാസം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇപ്പം നമ്മുടെ ഫ്ലഷ് കംപ്ലൈൻ്റായി ഇതിൻ്റെ ബെല്ലിൻ്റെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഏജൻസിയിൽ നിന്ന് ആൾ വന്നിട്ട് അത് മാറ്റിവെച്ചു. 2 റൂമിലത്തെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു, 2ഉം മാറ്റിവെച്ചു. ഇത് കണ്ടു നമ്മുടെ മണി പ്ലാന്റ്, നമ്മുടെ അക്കിയോടന്ന് അക്കി തന്ന കുപ്പിയാണ്. ചെറിയൊരു മണി പ്ലാന്റ് ആയിരുന്നു. ഇപ്പോൾ വളർന്ന് നല്ലോണം നീളായി. അപ്പോൾ ചിലർ പറയും മണി പ്ലാന്റ് താഴേക്ക് ഇടാൻ പാടില്ല എന്ന്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ചിലത് താഴത്തേക്കല്ലേ ഇടാൻ പറ്റുള്ളൂ, ഇത് മുകളിലേക്ക് കയറ്റാൻ പറ്റില്ലല്ലോ. ഇതിപ്പോൾ രാവിലേക്കുള്ള പൂരിക്കുള്ള പരിപ്പ് കറിയാണ് വെച്ചേക്കണേ. അതുപോലെ കുട്ടികൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വെക്കുമ്പോൾ കേടാവുമെന്ന്. കേടാവില്ല. ഇപ്പോൾ നമ്മൾ രാത്രി വെച്ച് അങ്ങനെ തന്നെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എടുത്ത് നമ്മൾ പൂരി ഉണ്ടാക്കി ചപ്പാത്തി എടുപ്പം ഞാൻ പൂരി ഉണ്ടാക്കാൻ വാങ്ങിക്കണത് കേട്ടോ. അതാണ് ടേസ്റ്റ് തോന്നുന്നത്, നല്ല കനം കുറവല്ലേ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞു. പൊന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാച്ചു ഇന്ന് ഇത്തിരി നേരത്തെ ഉറങ്ങിയത്രേ. അപ്പോൾ നമ്മുടെ പിള്ളേർസൊക്കെ കിടന്നുറങ്ങി. എല്ലാവരുടെയും ഉറക്കം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കാൻ നിന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളും എന്താ പറയുക, ഇന്നത്തെ ഒരു ദിവസം എൻ്റെ കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. പ്രത്യേകിച്ചൊന്നുമില്ല പറയാനായിട്ട്, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ കുറേ പേര് എൻ്റെ ചുരിദാറൊക്കെ കണ്ടിട്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞു. എനിക്ക് വിചാരിച്ച പോലെ കാണിച്ചു തരാനൊന്നും പറ്റിയില്ല. പിന്നീട് ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അതുവരേക്ക് ബൈ.